ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും എങ്ങനെ നമുക്ക് വാങ്ങാം വിൽക്കാം എന്നത് നമുക്ക് പഠിക്കാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന മെജോറിറ്റി ആൾക്കാർക്കും അറിയാം. എന്നാൽ അറിയില്ലാത്തവർ ഒരുപാട് നാളായിട്ട് മെസ്സേജ് അയക്കുന്നു. നമ്മൾ വാട്സപ്പ് നമ്പറും മറ്റുമൊക്കെ ഇതിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ SIP ചെയ്യണം, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുക, ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് കൂടുതലായിട്ട് മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ വാങ്ങുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്റ്റോക്കുകൾ വാങ്ങുന്നു, അതുപോലെ എങ്ങനെ അതിൽ ക്യാഷ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വാങ്ങാം, നല്ല മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ. അപ്പോൾ ആ മെത്തേഡുകൾ സക്സസ് ആണ്. ഇതിലും സക്സസ് ആയിട്ടുള്ള മറ്റു മെത്തേഡുകൾ ഉണ്ടാവാം, ഫെയിലർ ആയിട്ടുള്ള മെത്തേഡുകളും ഉണ്ടാകാം. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സക്സസ് ആണ്, ഞാനതിൽ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ എനിക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ പുതിയ മെത്തേഡുകൾ നോക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 5 പൈസയിൽ ഈ പ്രോസസ്സുകളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 5 പൈസ ചാർജുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം അതൊരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് യൂസ്ഫുള്ളാണ്. ഞാൻ ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം വഴി ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നവർ കാണണമെന്നില്ലല്ലോ, അവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ 5 പൈസയിൽ എങ്ങനെ വാങ്ങുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഗൂഗിളിൽ പോയിട്ട് 5 പൈസ ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുന്നു. വേറെ ഒരു കാര്യം പറയാനുള്ളത്, 5 പൈസയുടെ വെബ്സൈറ്റിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈലിലും വെബ്സൈറ്റിലും ഈ സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെബ്സൈറ്റിലാണ്. കാരണം നമുക്കൊരു വലിയ സ്ക്രീനിൽ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അപ്പം മൊബൈലിൽ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. കാരണം ഇൻ്റർഫേസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഫംഗ്ഷൻ എല്ലാം മൊബൈലിലും ഉണ്ട്. ഫസ്റ്റ് ലിങ്കിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് ID അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെൻ്റെ ക്ലയൻറ്റ് ID അല്ല, അപ്പോൾ എൻ്റെ ഞാൻ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ക്ലയൻറ്റ് ID. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തതാണ്. അപ്പോൾ സ്വിച്ച് അക്കൗണ്ട് കൊടുത്തു. ഇനി എൻ്റെ ക്ലയൻറ്റ് ID ഇവിടെ നമുക്ക് എന്തൊക്കെ അടിച്ചു കൊടുക്കാം, ക്ലയൻറ്റ് കോഡ് അടിച്ചു കൊടുക്കാം, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം, ഇമെയിൽ ID അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇമെയിൽ ID ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇമെയിൽ ID അടിച്ചു കൊടുത്ത് നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, ഇത് എൻ്റെ ഒരു മൊബൈൽ നമ്പറാണ്, അപ്പോൾ ആ മൊബൈലിലേക്ക് ഒരു OTP വരും. ഈ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 703,956 OTP. അതിനുശേഷം ഒരു 6 ഡിജിറ്റ് പിന്നുണ്ട്. അപ്പോൾ ഈ പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ പിന്ന് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പിന്നാണ്. അപ്പോൾ ആ പിന്ന് നമ്മളിവിടെ എൻ്റർ ചെയ്തു. ഇനി സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇതിൽ ആദ്യമേ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇതിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിൻഡ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു റിസ്ക് ഡിസ്ക്ലോഷർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ളതാണ്. ഇത് അക്നോളജ് കൊടുത്താൽ മതി. അക്നോളജ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ 5 പൈസയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് വരാം. ഡാഷ് ബോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പോൾ അതിലാണ് കിടക്കുന്നത്. ഇവിടെ മൈ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. നമ്മൾ മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ഇവിടെയാണ് കിടക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ടോട്ടൽ നമ്മൾ ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് മാത്രം ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് മുകളിലും കാണാൻ സാധിക്കും. ഈ 4,500 എന്നുള്ളത് ഇന്ന് മാത്രം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റാണ്. ഇന്നത്തെ ഒരു ചേഞ്ച് മൊത്തത്തിലുള്ള പ്രോഫിറ്റാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതൊരു 37,000 സംതിങ്. അങ്ങനെ നമുക്കത് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് മറ്റു കുറേ ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകളെല്ലാം കാണണമെങ്കിൽ നമുക്ക് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. അടുത്തത് വാച്ച് ലിസ്റ്റുകളാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന വാച്ച് ലിസ്റ്റ് ഞാൻ നേരത്തെ ആഡ് ചെയ്തതാണ്. ഇനി മൈ വാച്ച് ലിസ്റ്റ്, അങ്ങനെ ഇവിടെ വാച്ച് ലിസ്റ്റുകൾ ഡിഫാൾട്ടായിട്ടും ഉണ്ടാകും. മൈ വാച്ച് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തതാണ്. നമുക്ക് ഓരോ സ്റ്റോക്കുകൾ ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ പ്രൈസും കാര്യങ്ങളുമൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. പുതിയ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിലവിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വോളിയോ ഒക്കെ ആയിട്ട്
ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസിലൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ ഈ ഭാഗത്തേക്ക് പോയാൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാച്ച് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. ഡിഫാൾട്ടായിട്ട് തന്നെ 5 വാച്ച് ലിസ്റ്റ് കിട്ടും. ഒരു വാച്ച് ലിസ്റ്റിൽ 50 സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ടോട്ടൽ 250 സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനാണെങ്കിലും 2-3 സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി പിന്നീട് അതിൻ്റെ താഴെ ഇപ്പോൾ ഡാഷ്ബോർഡാണ് നമ്മൾ നോക്കിയത്. അതിന് താഴെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന വേറെ ഒരു ഏരിയയും കൂടിയുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ ഈ വാച്ച് ലിസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഓർഡർ ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഓർഡറുകൾ എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇത് ഓർഡർ നമ്പർ 1, അതായത് ഇതിൽ ഒരു ഓർഡർ ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്. നമുക്ക് അത് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ പാൻസാരി എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ സെല്ല് ചെയ്യാനിട്ടാണ് 102.40 സെല്ല് ചെയ്യാനിട്ടത്. 250 ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്യാനിട്ടത്. എന്നാൽ 136 ക്വാണ്ടിറ്റി സെല്ലായി. ഇവിടെ നമുക്ക് കാണാം 136/250 എന്നാണ് കാണിക്കുന്നത്. 250 ക്വാണ്ടിറ്റി സെല്ലിട്ടു, 136 സെല്ലായി, ഫുള്ള് സെല്ലായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പാർഷ്യലി എക്സിക്യൂട്ടഡ് എന്ന് കാണിക്കുന്നു. ഇത് ഞാൻ നേരത്തെ വാങ്ങി 97 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്കാണ്. ഇത് 109 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, 109 വരെ. ഇപ്പോൾ എനിക്ക് വേറെ ഒരു സ്റ്റോക്ക് വാങ്ങണം. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് വേറെ ഒരു സ്റ്റോക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ പാർഷ്യലി എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. എന്നാൽ ഫുള്ളി എക്സിക്യൂട്ടഡ് എന്ന് അതിൻ്റെ താഴെ നമുക്ക് കാണാം. ഇത് ഞാനിപ്പോൾ വാങ്ങിയ സ്റ്റോക്കാണ്, മനാക്സിയ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 178 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്. അവിടെ നമുക്ക് കാണാം 178/178. ഇവിടെ നമുക്ക് കാണാം ഫുള്ളി എക്സിക്യൂട്ടഡ് എന്ന് കാണാം. ഇവിടെ നമ്മൾ വാങ്ങിയ പ്രൈസ് കാണാം 140.50. ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് കാണാം 142. ഇതിപ്പോൾ ഇന്ന് തന്നെ ഒരു 148ൻ്റെ മുകളിൽ പോയായിരുന്നു. ഞാൻ കൊടുത്തില്ല, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് ഭാവിയിൽ കുറച്ച് കഴിയുമ്പോൾ പോകുമെന്ന് പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്യുന്നു. ഈ LTP എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. 142 ഉണ്ടായിരുന്നു, ഇപ്പം 142.25 മാറിയത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വാങ്ങിയ ടൈം നമുക്ക് ഇവിടെ കാണാം. ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിലീറ്റ് ബട്ടണുണ്ട്. അപ്പോൾ ഈ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വാങ്ങിയത് വാങ്ങി, വിറ്റത് വിറ്റു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിലീറ്റ് ബട്ടൺ ഇവിടെ നമുക്കത് ഡിസേബിൾ ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഓർഡറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു പെൻ ബട്ടൺ ഉണ്ട്, ഒരു പെന്നിൻ്റെ പടം നടുക്ക്. ഈ പടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറിൽ മോഡിഫിക്കേഷൻ വരുത്താം. ഓർഡർ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ബൈ ഓർഡർ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു കോപ്പി ബട്ടണുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഓർഡർ എന്ന ഭാഗത്താണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊസിഷൻ എന്ന ഭാഗത്താണ്. പൊസിഷൻസ് 2 ഇവിടെ നമുക്ക് കാണാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വിറ്റിരിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് എക്സിക്യൂട്ട് ആയിട്ടുള്ള ഓർഡറുകൾ, ആ സ്റ്റോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. മനാക്സിയ എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മളിപ്പോൾ വാങ്ങിയതാണ്. 258 പ്രോഫിറ്റ് റൺ ചെയ്യുന്നു. ആ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ഇവിടെ LTP ഉണ്ട്, വീണ്ടും കുറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാൻസാരി എന്ന് പറയുന്ന സ്റ്റോക്ക് ഡെലിവറിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. അത് നമ്മൾ വിറ്റിട്ടുണ്ട്. വിറ്റ് കഴിഞ്ഞിട്ട് പ്രൈസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ P&L ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ നോക്കേണ്ടതില്ല. അതുപോലെ ഓർഡറിലേക്ക് നമുക്ക് ഒന്നും കൂടെ തിരിച്ചു പോകാം. ഓർഡറിലേക്ക് ഒന്നും കൂടെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് പെൻഡിങ് ആയിട്ടുള്ള ഓർഡറുകൾ, ഫുള്ളി എക്സിക്യൂട്ട് ആവാത്ത ഓർഡറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓർഡറാണ് നമുക്ക് പെൻഡിങ്ങിൽ കാണിക്കുക. വീണ്ടും അപ്പുറത്തേക്ക് പോയാൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുള്ള ഓർഡറുകളാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് വേറെയും കുറേ സംഭവങ്ങളുണ്ട്. VTT ഓർഡർ. അപ്പോൾ VTT ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു ഓർഡർ ഇട്ട് വെക്കാനായിട്ട് സാധിക്കും. അതിനാണ് VTT എന്ന് പറയുക. ഞാനിവിടെ സ്റ്റാർട്ട് ന്യൂ VTT എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റോക്കോ എന്ത് സംഭവമാണെങ്കിലും നമുക്കിവിടെ VTT ഓർഡറായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഒരു വർഷത്തേക്ക് ഈ ഓർഡർ ഇവിടെ കിടക്കും. നോർമലി ഇത് ബൈ ചെയ്യാനായിട്ടാണ് സാധിക്കുക. നമുക്ക് ഏതെങ്കിലും എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു VTT ഓർഡർ, ഫോർ എക്സാമ്പിൾ റിലയൻസ് നോക്കാം. റിലയൻസ് 2668 ട്രേഡ് ചെയ്യുന്നു. ഞാനിവിടെ ബൈ കൊടുക്കുന്നു. ക്വാണ്ടിറ്റി നമുക്കൊരു ക്വാണ്ടിറ്റി മതി. എങ്ങാനും ഓർഡർ ഡിലീറ്റ് ആക്കാൻ മറന്നു പോയാൽ ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ്, എത്ര പ്രൈസിനാണ് നമ്മൾ ഓർഡർ ഇടേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്, അത് ഞാൻ വിശദമാക്കി തരാം. ഒന്ന്, ഇത് NSEയിലാണോ BSEയിലാണോ വാങ്ങിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ NSEയിലാണ് നമ്മൾ നോർമലി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ NSE, അതുകൊണ്ട് ഡിഫാൾട്ടായിട്ട് ഇവിടെ NSE ആണ് വന്നേക്കുന്നത്. ഇനി നിങ്ങൾ BSE വന്നാലും BSEയിൽ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നോർമലി വോളിയം കൂടുതൽ NSEയിലായതുകൊണ്ട് അവിടെ മേടിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ട്രിഗർ പ്രൈസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്കിവിടെ ഇടാം. മാർക്കറ്റ് പ്രൈസ് ഞാനിവിടെ ഡിസേബിൾ ചെയ്തു. നോക്കിക്കോളൂ,
മാർക്കറ്റ് പ്രൈസ് ഞാനിവിടെ ഡിസേബിൾ ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിലാണ് ഇത് കിടന്നിരുന്നത്. അതായത് ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് 2668.15 ഇവിടെ നമുക്ക് ആ പ്രൈസ് കാണാം. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈവ് മാർക്കറ്റാണ്, അത് കാണാം. അപ്പോൾ അതാണ് ആ പ്രൈസ്. ഞാൻ ഈ പ്രൈസ് മാറ്റിയിട്ട് 2000 ആക്കി. 2000 രൂപ വന്നാൽ എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്യുകയാണ്. ഈ ട്രിഗർ പ്രൈസിൻ്റെ അവിടെ 2000 ആക്കാം. ഇവിടെയും നമുക്കൊരു 2000 കൊടുക്കാം. ഇവിടെ ഡിഫറൻസ് കൊടുക്കണം. ഞാൻ നോക്കട്ടെ ഇങ്ങനെ പോകുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യുക, ടാർഗറ്റ് ആഡ് ചെയ്യുക. ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആദ്യം ഇതൊന്ന് കിട്ടട്ടെ, എന്നിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാമല്ലോ. ഇനി ബൈ എന്ന് പറയുന്ന ബട്ടണിലും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഓർഡർ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ VTT ഓർഡർ ആയതുകൊണ്ടാണ് സെയിം പ്രൈസ് 2000 എന്ന പ്രൈസ് ഇട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2000. നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൈസ് തമ്മിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞ് ഒരു 1% എങ്കിലും വ്യത്യാസം വെക്കുക കേട്ടോ. അത് ഞാൻ ഈ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി സ്റ്റോക്ക് SIP എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷനുണ്ട്. സ്റ്റോക്ക് SIP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് SIP ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോക്കിൽ SIP ചെയ്യാം. പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്ത് SIP. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ സാധാരണ ഈ സ്റ്റോക്കിൽ SIP ചെയ്യാറില്ല. ഇനി ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. ഇതൊന്നും നോർമൽ യൂസിന് ഇതൊന്നും ഞാൻ ചെയ്യുന്നുമില്ല. അപ്പോൾ നോർമൽ യൂസിന് ഇതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആകും. നമ്മളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്, വലിയ വീഡിയോ ആകും. അടുത്ത് ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിങ്സ് ഏതൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാം, സെൽ ഓതറൈസേഷൻ എന്ന് പറയുന്ന ബട്ടൺ. പവർ ഓഫ് അറ്റോർണി കൊടുക്കാത്ത ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നമ്മളൊരു സ്റ്റോക്ക് ആദ്യമായിട്ട് രാവിലെ സെല്ല് ചെയ്യണമെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ ഒരു സ്റ്റോക്ക്, രാവിലെയോ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഇവിടെ സെൽ ഓതറൈസേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് TPIN എന്ന് പറയുന്ന ഒരു പിന്നുണ്ടാകും. TPIN എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. ഈ പിൻ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്കും ഇമെയിൽ IDയിലേക്കും ഒരു OTP വരും. ഈ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട്. ഇത് ഒരു ദിവസം ആദ്യം സെല്ല് ചെയ്യുന്ന സ്റ്റോക്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നീട് സെല്ല് ചെയ്യുന്നതിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെൽ ഓതറൈസേഷൻ. ഇത് രാവിലെ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് തുറക്കണം നിർബന്ധമൊന്നുമില്ല. മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് ഈ ഒരു ഓതറൈസേഷൻ കൊടുത്തിരുന്നാൽ തുറന്നു കഴിയുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ TPIN കാര്യങ്ങളും ചോദിക്കില്ല. അപ്പം അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ മറ്റൊരു ഫെസിലിറ്റി കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ TPIN ഒഴിവാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ കണ്ടോ പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, അതിൻ്റെ പ്രോഫിറ്റ് ലോസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന ഭാഗമുണ്ട് ഇവിടെ. മ്യൂച്വൽ ഫണ്ട് F&O കറൻസി കമ്മോഡിറ്റി. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ F&O ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ F&O പൊസിഷൻസ് കയ്യിലില്ല. മ്യൂച്വൽ ഫണ്ടുണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുമാണ് ഈ ഒരു അക്കൗണ്ടിൽ ഉള്ളത്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ ലിസ്റ്റുകൾ എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റിലാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 15% റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു ഭാഗത്തേക്കും വേണമെങ്കിൽ പോകാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു ഭാഗത്താണ് പോകേണ്ടത്. ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഭാഗം കാണാം. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. നേരെ നമുക്ക് അതിലേക്ക് പോവാം. മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്താൽ മതി. സെല്ല് ചെയ്യണമെങ്കിൽ നമുക്കത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിലവിൽ സെല്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് താഴേക്ക് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ് മോർ എന്ന ആപ്ലിക്കേഷനിൽ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആപ്ലിക്കേഷനിലെ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ള മ്യൂച്വൽ ഫണ്ടിലെ ആ പോർട്ട്ഫോളിയോയിലെ പ്രോഫിറ്റും ഓരോന്നിൻ്റെയും പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ എത്രയാണെന്നും പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക്
ഇവിടെ കാണാനായിട്ടും സാധിക്കും. അതേ സംഭവം തന്നെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലും. ഈ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിതാ ഈ ഭാഗത്തേക്ക് മൈ സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നല്ല ഹോട്ട് സ്റ്റോക്കുകളാണ് കേട്ടോ. ഹോട്ട് സ്റ്റോക്കിൻ്റെ സംഭവമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ്. കണ്ടല്ലേ, ഈ സ്റ്റോക്കുകളൊക്കെ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അതിൻ്റെ ഈ ഒരു ഹീറ്റ് മാപ്പ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഇന്ന് പോയേക്കുന്നത് ടൈറ്റഗർഗ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 8.3% അപ്പായിട്ടുണ്ട്. അതാണ് ഏറ്റവും പച്ച കത്തി കാണിക്കുന്നത്. മനാക്സിയ എന്ന് പറയുന്ന സ്റ്റോക്ക് അത് നമ്മൾ ഇന്ന് മേടിച്ചതാണല്ലോ, ഇന്ന് മേടിച്ചാണ്. 7% പോയിട്ടുണ്ട്. പക്ഷേ 141 ട്രേഡ് ചെയ്യുന്നത് അല്ലേ. 147, 48 ഇതിലൊക്കെ കുറച്ച് മുമ്പ് പോയ സ്റ്റോക്കാണ്. അതാണ് രണ്ടാമത് കാണിക്കുന്നത്. പിന്നീട് പോയേക്കുന്ന സ്റ്റോക്ക് MGL 4.21, പിന്നെ ക്യുസ് അതൊരു 2%. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഹീറ്റ് മാപ്പ് ഇവിടെ എനേബിൾ ചെയ്തുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത്. ഹീറ്റ് മാപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഹീറ്റ് മാപ്പ് ഒഴിവാക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ ടൈറ്റഗർഗെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 8% മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ ഫണ്ട് ലെഡ്ജറാണ്. ഈ ഫണ്ട് ലെഡ്ജറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ നെറ്റ് അവൈലബിൾ മാർജിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ താഴെ A+B+C എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 3,23,827 നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതല്ല നമ്മുടെ കയ്യിൽ ആക്ച്വലി ഉള്ള ക്യാഷ്. ഇത് ക്യാഷ് പ്ലസ് കൊളാട്രൽ പ്ലസ് മാർജിൻ യൂട്ടിലൈസ്ഡ്, ഈ 3 സാധനത്തിൻ്റെ അഡീഷനാണ് ഈ 3,00,000 സംതിങ് വരുന്നത്. അതായത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ പ്ലെഡ്ജൊക്കെ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നിലവിൽ ഇതിൽ സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു വാല്യൂ കാണാനായിട്ട് സാധിക്കും. GHVC പെർസെൻറ്റേജ് അത് 100%. പ്ലെഡ്ജ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് കുറഞ്ഞു വരും. അതായത് കടമെടുക്കുക, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് കടമെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ ഞാനത് ചെയ്തിട്ടില്ല, ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിലവിലത് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ല് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹോൾഡിങ്ങിനുള്ള പ്ലെഡ്ജ് ചെയ്തിട്ടാണ് ചെയ്യാം. നിലവിൽ ആ പൊസിഷൻ സ്കോർ ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത്. ഇനി ആക്ച്വൽ ക്യാഷ് എവിടെ കാണാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ക്യാഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് ഇവിടെ ഇൻക്രീസ് മാർജിൻ എന്ന ഭാഗമുണ്ട്. നമുക്ക് കൂടുതൽ മാർജിൻ വേണമെങ്കിൽ ഇപ്പം നെറ്റ് അവൈലബിൾ മാർജിൻ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് ഇനി കൂട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്താൽ മതി. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാഷ് ബാലൻസ് കാണാൻ പറ്റും. എത്രയാണതുള്ളത്? 2.80 ക്യാഷ് ബാലൻസ് ഉള്ളത്. അപ്പോൾ പലരും ഇവിടെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനം, ഇത്രയാണ് ക്യാഷ് ഉള്ളൂ. ഈ സംഭവം 3.23 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 5 പൈസ നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർജിനാണ്. കുറച്ച് കൂടുതൽ മാർജിൻ, അതിനായിട്ട് നമുക്ക് വേണേൽ ട്രേഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിന് തന്നേക്കുന്ന മാർജിനാണ്. ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ലെഡ്ജർ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കിട്ടാനായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കിട്ടും. ഇവിടെ ഡെബിറ്റ് ഉണ്ട്, ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്. അതായത് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് പൈസ പുറത്തേക്ക് പോയത് ഡെബിറ്റും പൈസ അകത്തേക്ക് വന്നത് ക്രെഡിറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലാസ്റ്റ് ബാലൻസ് എത്രയുണ്ട് എന്ന് കാണാനായിട്ടും സാധിക്കും. ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ നമുക്ക് കാണാം. ഡേറ്റ് ഇട്ടിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷൻ ഡേറ്റ് ഇട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യുന്നതോടുകൂടി, ചെക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ ട്രാൻസാക്ഷനും സുതാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ലെഡ്ജറിൽ ഇക്വിറ്റി ബാലൻസ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ വേറെ ബാലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോവുക. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ബാലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് പ്രത്യേകമായിട്ട് അവരിവിടെ എഴുതിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ലെഡ്ജറിൽ പണ്ട് ഇവിടെ നമുക്ക് ക്യാഷ് ഇടാമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നേരെ സെബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റെഗുലേഷൻ അനുസരിച്ചിട്ട് ബാങ്കിൽ നിന്നാണ് പോവുക. അപ്പോൾ പിന്നെ അതിലിവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വിൻഡോയും കണ്ടു കഴിഞ്ഞു. ഇനി മൈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗം, ഇതിലാണ് നമ്മുടെ P&Lലും ടാക്സ് അടയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം കിട്ടുക. മൈ റിപ്പോർട്ടിലാണ് ഈ സംഭവങ്ങൾ കിട്ടുക. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്, ഇത് ഇക്വിറ്റി സെഗ്മെൻറ്റ്. ഡെറിവേറ്റീവിൽ കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അറിയാതെ കുറച്ച് ഓട്ടോ സ്കോർ ഓഫ് ആയി പോയി. അങ്ങനെ അതിൽ ലോസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആ ലോസ് കാണാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും ചെറിയ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ക്വാർട്ടർലി സെറ്റിൽമെൻറ്റിൽ ഇതിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് വരും. അത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അങ്ങനെ വന്നത്. ആ ബാങ്കിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ക്യാഷ് ബാങ്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ETF ഫണ്ടെല്ലാം പോലെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടു. അപ്പോൾ ക്യാഷ് ബാങ്കിലേക്ക് പറ്റില്ലല്ലോ, അങ്ങനെ വാങ്ങിയിട്ടു. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത സ്ഥലത്ത്
മാർജിൻ ഷോർട്ടേജ് വന്നു. അത് അന്ന് അറിയില്ല, പിറ്റേ ദിവസം അറിയുള്ളൂ. പിറ്റേ ദിവസം തിങ്കളാഴ്ച ആണ് അറിയുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ ക്യാഷ് വരേണ്ടത്. ബാങ്കിലേക്ക് വരാതിരിക്കാൻ നമ്മൾ അങ്ങനത്തെ കുറച്ച് പണി ചെയ്തു. തിങ്കളാഴ്ച രാവിലെ തന്നെ എൻ്റെ കയ്യിലുള്ള പൊസിഷൻസൊക്കെ അവർ സ്കോർ ഓഫ് ചെയ്തു. അപ്പോൾ അതൊരു നഷ്ടമായിപ്പോയി. കാരണം അവിടെ മാർജിൻ ഷോർട്ടേജ് വന്നുകൊണ്ടാണ്. തിങ്കളാഴ്ച രാവിലെ ഈ ഒരു ETF അല്ലെങ്കിൽ ആ മേടിച്ചിട്ടേക്കുന്ന സാധനങ്ങൾ വിറ്റ് തിരിച്ച് പൈസ അവിടെ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ കാര്യം മറന്നുപോയി, അതിന് സാധിച്ചില്ല. അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആക്കി. അങ്ങനെയാണ് ഈ ഡെറിവേറ്റീവും ഇക്വിറ്റിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ ഒരു കുഴപ്പം. എസ്പെഷ്യലി ഇൻട്രാഡേ അല്ല ഞാൻ അവിടെ ചെയ്ത്, ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്തിടും. നമ്മളിങ്ങനെ സ്റ്റോക്കുകളും അല്ലെങ്കിൽ നിഫ്റ്റിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ലോങ് ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്തിടും. ആ ഒരു സംഭവമാണ് അവിടെ ചെയ്തിരുന്നത്. പക്ഷേ അത് അബദ്ധം പറ്റി. അങ്ങനെ അവിടെ ഡെറിവേറ്റീവിൽ നഷ്ടം വന്നു. എന്നാൽ ഇക്വിറ്റിയിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1.42 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ കണ്ടിട്ട് ഇത്രയും ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തതെന്ന് വിചാരിക്കേണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോയാണ്. ഞാൻ പോർട്ട്ഫോളിയോ ഒക്കെ റീബാലൻസ് ചെയ്തിരുന്നു. നോക്കിയറിയാം ഒരുപാട് സ്റ്റോക്കുകൾ. കാരണം അടുത്ത വർഷത്തേക്ക് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന സ്റ്റോക്കുകളാണ്. അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ്, ഡിസംബർ ലാസ്റ്റ്, അന്നേരം നമ്മൾ വിൽക്കുമോയെന്ന് അറിയില്ല. എന്നാലും ഈ വർഷം ഡിസംബറിൽ വിൽക്കുക അല്ലെങ്കിൽ അടുത്ത വർഷം ഡിസംബറിൽ വിൽക്കുക എന്നുള്ള 2 വർഷത്തെ പ്രോസ്പെക്റ്റീവിൽ മേടിച്ചിരിക്കുന്ന ഒരുപാട് ETF ഫണ്ടുകൾ ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഫാർമ ബീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ 1 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചിട്ടേക്കുന്നത്. ഇത് ഒരു കുറച്ച് വർഷം ഹോൾഡ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ മേടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ IT ബീസ്, ബാക്കി ചെറിയ ചെറിയ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ക്വാണ്ടിറ്റികളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച മരം നടുന്ന വീഡിയോ ചെയ്തിരുന്നു, ഗാർഡൻ ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ടാണ് ചെറിയ അതുപോലെ സിൽവർ ബീസ് ഉണ്ട്. സിൽവർ നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. പക്ഷേ ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ETF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ച് ഇട്ടേക്കുന്നത് കുറേ നാൾ കഴിഞ്ഞ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം MFL 0202. ഇത് ശരിക്കും പറഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഒരു NFO ആണ്. അതായത് നമ്മൾ മുത്തൂറ്റ് ഫിനാൻസിൽ പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് വർഷത്തേക്ക് നമ്മൾ വിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 3 വർഷത്തേക്കാണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ എഗ്രിമെൻറ്റ്. നമ്മൾ വിൽക്കുന്നില്ല, നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് വരും. അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നും വലിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ കിടക്കും അവിടെ. വേണമെങ്കിൽ വിൽക്കാം കേട്ടോ, വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളത് വിൽക്കാനല്ല, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് 8.25% കണ്ടാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ പോയപ്പം അവർ നിർബന്ധിച്ചെടുപ്പിച്ചാണ്. അപ്പോൾ ആ ഒരു സംഭവം, അതിൻ്റെ തന്നെ വേറെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉടനെ വിൽക്കുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ചെറിയ സംഭവങ്ങൾ വിറ്റ് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മൈ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. കൺസോളിഡേറ്റഡ് P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബുക്ക്ഡ്, ടാക്സ് റിപ്പോർട്ട്. ഈ ടാക്സ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഓർത്തിരിക്കുക, ടാക്സ് റിപ്പോർട്ടിൽ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് ബുക്ക്ഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ലെഡ്ജർ, ഇനി ട്രേഡ് റിപ്പോർട്ട്, ട്രാൻസാക്ഷൻസ്, ബിൽസ് ആൻഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ ബിൽസ് ആൻഡ് കോൺട്രാക്റ്റിൽ കുറേ പ്രത്യേകതകളുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ ട്രേഡിൻ്റെയും കോൺട്രാക്റ്റ് നോട്ട് അല്ലെങ്കിൽ ബില്ല് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും സംശയമുണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പോവുക. ഞാൻ ആദ്യമേ കാണിച്ചല്ലോ, ഫണ്ട് ലെഡ്ജറിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നോക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റിലെ ഓരോ വാല്യൂ, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. അത് അക്കോർഡിംഗ് ടു ഈ ബില്ല് അനുസരിച്ചിട്ടായിരിക്കും വരിക. അതായത് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോഴാണല്ലോ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ആ ബില്ല് അനുസരിച്ചിട്ടായിരിക്കും വരിക. ഇവിടെ എൻ്റെ ബില്ല് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ കോൺട്രാക്ട് നോട്ട്, കുറേ കോൺട്രാക്ട് നോട്ടുണ്ട്. ഓക്കെ, വന്നു, ഇപ്പോൾ ഓപ്പണായി. നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾ ജനുവരി നമ്മൾ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും 8-ാം തീയതിയും 9-ാം തീയതി ചെയ്തില്ല, 10-ാം തീയതിയും ചെയ്തു. അപ്പോൾ വർക്കിംഗ് ഡേയിൽ ഒരു ഡേയ്സിൽ മാത്രമാണ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. ഇന്നും ട്രേഡ് ചെയ്തു, ഇന്നലെ മാത്രമാണ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഡിസംബറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1-ാം തീയതി, 2-ഉം 3-ഉം ശനി ഞായറുമാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിലും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ആകെ 2 ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ ഈ 2 ദിവസങ്ങളിൽ. ഡിസംബർ 25 അവധിയായിരുന്നു, ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസമാണ് നമ്മൾ ശരിക്കും പറഞ്ഞ് ട്രേഡ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. എന്നാൽ നവംബറിൽ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അക്കൗണ്ട് മാത്രമല്ല ഉള്ളത്, വേറെ 4 അക്കൗണ്ടും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് പരിചയപ്പെടുത്തി തരാം.
അപ്പോൾ ഇന്ന് നമ്മൾ 5 പൈസയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ അവിടെ ആയിരിക്കും ചിലപ്പോൾ ആക്ടിവിറ്റി കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന 5 പൈസയിലാണ്. അതാണ് 5 പൈസയുടെ ഈ അക്കൗണ്ട് കാണിച്ചു തന്നത്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് കോൺട്രാക്റ്റ് നോട്ടാണ്, ഓരോ ബില്ലുകൾ ആണ്. അപ്പോൾ ഇന്നത്തെ ബില്ല് ഇന്നത്തെ ബില്ല് ഇന്നിപ്പം അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കണം. അതാണ് പാസ്വേഡ്. അപ്പോൾ ഈ പാൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് കാണാനായിട്ട് സാധിക്കുള്ളൂ. ബില്ലിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ആയതിന് ശേഷം പാൻ നമ്പർ അടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡായ ബില്ലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് പാൻ നമ്പർ അടിച്ച് കൊടുക്കേണ്ടത്. സബ്മിറ്റ് എന്ന പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബില്ല്. നമ്മുടെ ബില്ല് കാണാനായിട്ട് സാധിക്കും. ഇന്ന് 11 കേട്ടോ ഡേറ്റ്. അതായത് ഇന്ന് പർച്ചേസ് ചെയ്ത് വന്നിട്ടില്ല. ഇത് ഇന്നലത്തെ ബില്ലാണ്, 10-ാം തീയതിയിലെ ബില്ലാണ്. ഞാനിന്ന് 10-ാം തീയതി ആണെന്നാണ് ഓർത്തത്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഒക്കെ മുകളിലുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം താഴെ പോയിട്ട് ഇവിടെ ഒരു ഫിഗറുണ്ട്. ഇത് കണ്ടോ, 39,519.62. ഈ പൈസ നമുക്കിങ്ങോട്ട് കിട്ടിയതാണ്. 5 പൈസയിൽ നിന്നും നമുക്ക് 39,519 നമുക്കിങ്ങോട്ട് കിട്ടിയതാണ്. അപ്പോൾ 19-ാം തീയതി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു പൈസ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം ക്യുപ്പിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വിറ്റായിരുന്നു. സ്റ്റോക്ക് വിൽക്കും, പൈസ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ ട്രിപ്പിൾ പ്ലാനേഴ്സും വിറ്റായിരുന്നു. അരവിന്ദ് ഫാഷൻ നമ്മൾ വാങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരെണ്ണം ബൈ ആണ്, ഈ 2 സെല്ലാണ്. ഇവിടെ നമുക്ക് കാണാം ബൈ സെല്ല്. അപ്പോൾ അതെല്ലാം കൂട്ടിക്കിഴിച്ച് ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻസ് കാണാം. കൂട്ടിക്കിഴിച്ചിട്ട് നമുക്ക് 39,500 സംതിങ് രൂപ ഇങ്ങോട്ട് വരണം. അതാണ് ബില്ലിൽ. അപ്പോൾ ഈ ബില്ല് നമുക്ക് എല്ലാ ട്രേഡിനും എല്ലാ ദിവസവും, ഇപ്പോൾ ഇന്നലത്തെ വരെ ബില്ല് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് ട്രേഡ് ചെയ്തത് നാളെ അവൈലബിൾ ആവും. ഇനി നമുക്ക് ആ പൈസ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ഫണ്ട് ലെഡ്ജറിൽ പോകുന്നു. ക്യാഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. 10-ാം തീയതിയിൽ എടുക്കുന്നു. 10-ാം തീയതിയിൽ ഇവിടെ 2 ഫിഗർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് 2 ഫിഗറുണ്ട്. 38,011 1,508. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് രണ്ടും ബില്ലാണ്. കണ്ടോ, ക്യാഷ് ബില്ലാണ്, രണ്ടും ക്യാഷ് ബില്ലാണ്. അപ്പോൾ ഈ 2 ബില്ലും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമ്മൾ 2 സമയത്തായിരിക്കും സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 2 ബില്ലായിട്ട് വന്നതാണ്. ഈ 2 ബില്ലും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ 39,000 സംതിങ് നമുക്ക് കിട്ടും. അപ്പം അല്ലാതെ കൂട്ടിയാൽ തന്നെ നമുക്കറിയാം 39,500 സംതിങ് ആണ് അത് വരിക. അപ്പോൾ എക്സാക്റ്റ് ആ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ചാർജുകളാണ്. 10-ാം തീയതി ഒരു ചാർജ് വന്നിട്ടുണ്ട്, 21 രൂപ 66 പൈസ. അതെന്ത് ചാർജാണ് എന്ന് ഇവിടെ മാർജിൻ പ്ലസ് യൂസ് ചെയ്തതിൻ്റെ ചാർജാണ്, അതിവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടുകൾ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. അതുപോലെ ഡി പി ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകും. ഒരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ ഡി പി ചാർജ് പോകും. ഇപ്പോൾ 5 പൈസയിൽ ഡി പി ചാർജ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് വിൽക്കുമ്പോൾ ഡി പി ചാർജ് എന്ന് പറയുന്നത് 14 രൂപ 70 പൈസയാണ്. അത് നമുക്ക് 15 കൂട്ടാം കേട്ടോ. ചില ബ്രോക്കിംഗ് ഫേമിൽ ഇത് 18, ചില ബ്രോക്കിംഗ് ഫേമിൽ ഇത് 23 രൂപ 60 പൈസയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡി പി ചാർജ് വരിക. അപ്പോൾ ഇവിടെ അത് വളരെ കുറവാണ്, 15 രൂപയാണ് ഡി പി ചാർജ് വരിക. ഡിപ്പോസിറ്ററി ചാർജ് എന്ന് പറയും, നമ്മളൊരു സ്ക്രിപ്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ചാർജാണ്. അതുപോലെ ബ്രോക്കറേജ് വരിക 5 പൈസയിൽ എല്ലാ സെഗ്മെൻറ്റിനും 20 രൂപ പെർ ഓർഡറാണ്. ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റി വേണേലും ആകാം. 20 രൂപയാണ് ബ്രോക്കറേജ് വരിക. എല്ലാ സെഗ്മെൻറ്റിലും ഈ 20 രൂപയാണ് വരിക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മന്ത്ലി വരുന്ന ചാർജ്, അതായത് AMC ചാർജ് എന്ന് പറയും. ഈ AMC ചാർജ് നോർമലി ഒരു 500 രൂപയുടെ താഴെയാണ് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫേമിൽ ഒരു വർഷം വരിക. ഇവർ മാസമാണ് പിടിക്കുക. 29 രൂപ 50 പൈസയാണ് ഒരു മാസം AMC ചാർജായിട്ട് വരിക. അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ നമ്മളിത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളൊരു ചാർജ് അവർ ഒരു 30 രൂപ എന്ന് കൂട്ടാം. 30 രൂപയാണ് ഒരു മാസം പിടിക്കുക. അപ്പോൾ ഒരു ദിവസം 1 രൂപ എന്ന രീതിയിൽ കൂട്ടാം. അപ്പോൾ ഇത് ഒരു വർഷത്തേക്ക് കണക്ക് കൂട്ടിയാൽ ഏകദേശം 360 താഴെ വരും. 360 രൂപയുടെ താഴെ വരും. ഓക്കെ, അത് ഓക്കെയാണ്. ആ ചാർജ് 500 താഴെയാണ് സാധാരണ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫേമിൽ AMC ചാർജ് വരിക. ഫുൾ സർവീസ് ആകുമ്പോഴത്തേനും 800 മുകളിൽ 1000 അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത്രയുമാണ് 5 പൈസയിലെ ചാർജുകൾ. പിന്നെ നമ്മൾ കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ എനിക്ക് കടമെടുത്തതിൻ്റെ ഒരു 21 രൂപ സംതിങ് വന്നിട്ടുണ്ടല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലെഡ്ജ് ചെയ്തിട്ട് ആണ് കടമെടുത്തത്. അതിലാണ് നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയിട്ട് ആ ഒരു പൊസിഷൻ സ്കോർ ഓഫ് നടന്നത്. പിന്നീട് നമ്മളത് എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്ലെഡ്ജ് ചെയ്തിട്ട് മാർജിൻ എടുത്താണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചാർജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് 10-ാം തീയതിയിലെ ചാർജ് ആണെന്നില്ല, 10-ാം തീയതിയാണ് ആ ചാർജ് പിടിച്ചേക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചാർജുകൾ നമ്മൾ കടമെടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാർജുകൾ സാധാരണ പിടിക്കുന്നത് ഒരു
ഒരാഴ്ചയ്ക്ക് 2 ആഴ്ചയ്ക്കൊക്കെ ഇടയിലായിരിക്കും. ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിടിക്കുക. മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെയാണ് സാധാരണ അങ്ങനെ പിടിക്കുക. അപ്പോൾ അത് നമ്മൾ കടം എടുത്താൽ മാത്രമേ പിടിക്കുകയുള്ളൂ, കടം എടുത്തില്ലേ പിടിക്കില്ല. അപ്പോൾ ഞാനത് കടം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജാണ് ഈ ഒരു പിടിച്ചേക്കുന്നത്. ഒരു ഇൻട്രസ്റ്റ് പോലെ ആണ് പിടിച്ചേക്കുന്നത്. അത് എല്ലാ ദിവസവും പിടിക്കണമെന്നില്ല കേട്ടോ. അത് നമ്മളെടുത്ത് മിക്കവാറും ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോഴാണ് അത് പിടിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്ന ചാർജുകൾ. മൈ റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഐഡിയാസ്, ഇവിടെ വലിയ സംഭവമില്ല. ഐഡിയാസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കിട്ടും. അതനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ ഐഡിയാസിലുള്ള മറ്റൊരു സംഭവം IPO ആണ്. IPO പുതിയതായിട്ട് എത്ര IPO ഉണ്ട്? ഇവിടെ 3 IPO ഉണ്ട്. 1, 2, 3 IPO ഓപ്പണാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ IPOയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് IPO അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അതിൻ്റെ താഴെ കാണാനായിട്ട് സാധിക്കും. ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് ഒന്നാമത്തേത്. ഇത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. 45.87% ഇതിൻ്റെ റിട്ടേൺ. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ 1000 ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതെല്ലാം ഡയറക്റ്റ് ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷനും കാര്യങ്ങളും ഒന്നും ഇവർക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. 3 വർഷത്തെ റിട്ടേൺ നമുക്കിവിടെ കാണുന്നുണ്ട്. SBIയുടെ കോൺട്രാ ഫണ്ട്. ഈ ഫണ്ടുകളിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ക്വാണ്ടിൻ്റെ മൾട്ടി അസറ്റ് ഫണ്ടിലാണ്. ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല, ഈ ഒരു ഫണ്ടിൽ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ ഫണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഒരു ക്ലിക്കിൽ ഒരുപാട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞ് നോക്കിയിട്ടില്ല. ഇക്വിറ്റിയിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഓൾ വെതർ ഇൻവെസ്റ്റ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു ഇത് സ്മോൾ കേസാണ്. സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് 1 ഇയർ റിട്ടേൺ ഒക്കെ 87% കേട്ടോ. അപ്പോൾ സ്മോൾ കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. സ്മോൾ കേസ്. അതുപോലെ തന്നെ CWA അതും സ്മോൾ കേസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. സ്മോൾ കേസിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. കാരണം ഓരോ വർഷത്തെയും റിട്ടേൺ ഭയങ്കരമാണ്. അതായത് ഒരുപാട് സ്റ്റോക്കുകളിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ സ്മോൾ കേസ് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ പോർട്ട്ഫോളിയോ തന്നെ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇതിൽ മിക്സ് ആയിട്ട് വരും. അത് പിന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇത് കണ്ടില്ലേ, റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. കുഴപ്പമില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. ഓൾറെഡി ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വർഷം കിട്ടിയിരിക്കുന്ന റിട്ടേൺ, ഒരു മാസത്തെ റിട്ടേൺ, 3 മാസത്തെ റിട്ടേൺ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഐഡിയാസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ അടുത്തത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓട്ടോ പേ സെറ്റപ്പ് ഇവിടെ കൊടുക്കാം. എൻ്റെ ഓട്ടോ പേ പെൻഡിങ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള SIP എമൗണ്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് പോകും. അപ്പോൾ ഞാനത് പെൻഡിങ് വെച്ചേക്കുന്നത് തന്നെയാണ്. കാരണം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പെൻഡിങ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഓട്ടോ പേ കൊടുക്കാം കേട്ടോ. SIP കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, ഓർഡർ ബുക്ക്, ഹോൾഡിങ്, റിപ്പോർട്ട്, ക്വിക്ക് ബൈ, പെട്ടെന്ന് വാങ്ങണമെങ്കിൽ ക്വിക്ക് ബൈയിൽ കൊടുത്താൽ മതി, പാസ്ബുക്ക്, പിന്നെ ഓട്ടോ പേ. അതായത് ഈ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഓപ്ഷനും. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഈ സെഗ്മെൻറ്റൊക്കെ പൂർണ്ണമായിട്ടും എടുത്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കുക. ഓർഡർ ബുക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലംസവും അതുപോലെ തന്നെ SIPയും ഓർഡറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലോഡായി വരുന്നേ ഉള്ളൂ. നമുക്ക് ബാക്ക് അടിച്ച് വേണമെങ്കിൽ പോവാം. ഓക്കെ, വന്നിട്ടുണ്ട്, ലോഡായിട്ടുണ്ട്. ലംസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് താഴേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SIP നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, SIP ഞാൻ അധികം ചെയ്തിട്ടില്ല. ഞാനെല്ലാം തന്നെ ലംസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോവാം. SIP വേറെ അക്കൗണ്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. SIP അല്ലാതെ ചെയ്യുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് നമ്മൾ ലംസമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ്റെ ഒരു സംഭവമാണ്. യുവർ ഫസ്റ്റ് SIP, വെൽത്ത് ബിൽഡർ, ടാക്സ് സേവർ, സ്റ്റേബിൾ ഗ്രോത്ത്, NFO, SIP വിത്ത് 100, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അത് നമ്മൾ വേറെ ഒരു ഓപ്ഷൻ കണ്ടതാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ അതെല്ലാം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെ NFO എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പുതിയതായിട്ട് വന്നിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റും ചെയ്യാം. ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ, മ്യൂച്വൽ ഫണ്ട്,
ലോൺസ്, ഇൻഷുറൻസ്, IPO അങ്ങനെ പോകുന്നു. IPO സെക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, മ്യൂച്വൽ ഫണ്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ബൈ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് എമൗണ്ട് പോകാം. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ ഒരു SIP എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട്, പോർട്ട്ഫോളിയോ, ലെഡ്ജർ, ടാക്സ് റിപ്പോർട്ട്, ടൂൾസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ മോറിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡാഷ്ബോർഡിലേക്ക് പോവാം, റിസർച്ചിലേക്ക് പോവാം, സെൻസിബിൾ ഫോർ ഓപ്ഷൻസ്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് കയറിപ്പോവും. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ അടുത്ത ഓപ്ഷൻ, ഇനി അവസാനത്തെ ഓപ്ഷൻ എന്താണ്, മാർക്കറ്റ് അനലിറ്റിക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ സംഭവങ്ങളൊക്കെ വേറെയാണ് എടുക്കുന്നത്. മാർക്കറ്റ് മൂവേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. MRPL ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് MRPL 16%. MRPL 16% അപ്പാണ്. പോളിക്യാപ്പ് 19% ഡൗൺ ആണ്. ഒരു നെഗറ്റീവ് ന്യൂസ് വന്നായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് ടോപ്പ് ഗൈനേഴ്സും ലൂസേഴ്സും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈസ് മൈ ട്രിപ്പ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വിറ്റ സ്റ്റോക്കാണ്. ഈസ് മൈ ട്രിപ്പ് 15% അപ്പാണ്. ഞാൻ ഇന്നലെ വിറ്റതാണ്. ഇന്നലെ 10-ാം തീയതി ഇന്നലെ വിറ്റ സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് നമ്മുടെ ഇതിൽ അത് 15% അപ്പാണ് ഇന്നലെ. പക്ഷേ നമ്മളത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ KEI അതൊരു 6% ഡൗൺ ആണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എവിടെയുള്ള ഒരു സ്റ്റോക്കാണ്. ജസ്റ്റ് ഡയൽ, അങ്ങനെ മാർക്കറ്റ് മൂവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നെറ്റ്വർക്ക് 6% മുകളിൽ അപ്പാണ്. അപ്പോൾ അപ്പും ഡൗണും ഒക്കെ ഉള്ളത് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, നിഫ്റ്റി കാര്യങ്ങൾ. ഞാൻ പക്ഷേ ഇതൊന്നും നോക്കുന്നില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കിവിടെ കാണാം, അത് വലുതാക്കാം. നിഫ്റ്റിയുടെ മാത്രമല്ല എല്ലാ സ്റ്റോക്കിൻ്റെയും ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വലുതാക്കണമെങ്കിൽ അവിടെ ഒരു സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് 15 മിനിറ്റ് ചാർട്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈം ഫ്രെയിം കാര്യങ്ങൾ മാറ്റാം. അതുപോലെ തന്നെ ഇതൊരു ഡാർക്ക് തീമാണ്, ഇത് വൈറ്റ് തീമാക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. നമ്മൾ ആ ഓപ്ഷൻസിലേക്ക് പോകുന്നില്ല. ഡയറക്റ്റ് ബൈ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ബൈ സെൽ ഓപ്ഷൻ ഈ ചാർട്ടിൻ്റെ മുകളിൽ തന്നെ എനേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ബൈ ഓർ സെല്ല് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവം കൂടി ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം, കോപ്പി ചെയ്യാം, അങ്ങനെയുള്ള കുറേ ട്വിറ്ററിലേക്ക് ട്വീറ്റ് ചെയ്യാം. ഇപ്പോൾ ട്വിറ്ററിൻ്റെ ഒക്കെ പേര് മാറിയില്ലേ, ഓക്കെ, ലിങ്ക് കോപ്പി ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ബ്രോഡ്കാസ്റ്റ് കണക്റ്റ്, അതായത് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത്, ഞാൻ ഇതിലേക്കൊന്നും പോയിട്ടില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അവിടെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, ബ്രോഡ്കാസ്റ്റൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റർ ടെംപ്ലേറ്റുകൾ കാണണമെങ്കിൽ നമുക്കത് അവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാടുണ്ട്. എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വീണ്ടും നമ്മൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നിന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓരോന്ന് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇൻഡീസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 50, അതുപോലെ സെൻസെക്സ്, ഇന്ത്യ വിക്സ്, നിഫ്റ്റി 500, നിഫ്റ്റി IT, അങ്ങനത്തെ ഇൻഡീസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാടുണ്ട്. അതിൻ്റെ മൂവിക്ക് എത്ര % മൂവ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് മാർക്കറ്റ് അനലിറ്റിക്സിലാണ്. പിന്നെ മാർക്കറ്റ് ട്രേഡ്സ്, ഓർഡർ ബ്രേക്കപ്പ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതൊന്നും നോർമലി ഒരാൾക്ക് ആവശ്യമുള്ള ഒരു സംഭവമല്ല. ഇനിയിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങണം, നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു സെർച്ച് ബാർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് അങ്ങ് ബൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, ഈസ് മൈ ട്രിപ്പ് തന്നെ ആകട്ടെ, എന്തായാലും അതിന്ന് കൊടുക്കണ്ടായിരുന്നു. നമ്മൾ മിനിഞ്ഞാന്ന് വാങ്ങി ഇന്നലെ കൊടുത്തു, ഇന്ന് 15% അപ്പ്. ഇന്നലെ പ്രോഫിറ്റ് തന്നെയാണ് കൊടുത്തത്, പക്ഷേ വലിയ പ്രോഫിറ്റ് ഇല്ലായിരുന്നു. അപ്പം ഇന്നായിരുന്നെങ്കിൽ പൊളിച്ചേനെ. എന്തായാലും ഈസ് മൈ ട്രിപ്പ് ഇങ്ങനെ വരും. നമ്മളിവിടെ സെർച്ച് ചെയ്താൽ കിട്ടും, അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ കിട്ടും. ബൈ ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ബൈ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ കൊടുക്കാം. നേരെ അങ്ങ് ബൈ കൊടുത്തു. അതുപോലെ കുറേ ഓപ്ഷൻസ് വീണ്ടും ഉണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ പ്രൈസ് അലേർട്ട്, ഇൻഫോ, സ്റ്റോക്ക് SIP, ബാസ്ക്കറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. നോർമലി അതൊന്നും ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള റിട്ടേൺസ്, 1 മാസത്തെ റിട്ടേൺ, 3 മാസത്തെ റിട്ടേൺ, 6 മാസത്തെ റിട്ടേൺ, 1 വർഷത്തെ റിട്ടേൺ, അത് നെഗറ്റീവ് റിട്ടേൺ ആണ്, 3 വർഷത്തെ റിട്ടേൺ, അങ്ങനെ 5 വർഷത്തെ റിട്ടേൺ നോട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ബുള്ളിഷ് ടെക്നിക്കൽസിൽ 16 ടെക്നിക്കൽസ് ബുള്ളിഷാണ്, അങ്ങനെയുള്ള സംഭവത്തിലേക്ക് വരും. പിന്നെ ഇൻ്റലിജൻറ്റ് ഐഡിയാസ്, ഏതൊക്കെ സ്മോൾ കേസിൽ ഈ സ്റ്റോക്ക് ഉണ്ട്, ഒരു സ്മോൾ കേസിൽ ഈ സ്റ്റോക്ക് ഇല്ല, ആ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ന്യൂസ്,
ഈ ഒരു സ്റ്റോക്കിൻ്റെ ന്യൂസ്, ഈ ന്യൂസ് ബേസാണ് ഇത് കയറി പോകുന്നത്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ എങ്ങാണ്ടൊരു മാലിദ്വീപിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട്. ആ ഒരു സാധനം വന്നതിൽ പിന്നെയാണ് ഈ സാധനം കയറി പോകുന്നത്. അപ്പോൾ ന്യൂസുകൾ നമുക്കിവിടെ മോറിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകാം. ഈസ് മൈ ട്രിപ്പ് പ്രീമിയം കാർഡ്സ് ഫോർ HNI. ഇനിയിപ്പോൾ അതിൻ്റെ സംഭവമായി. നമുക്ക് എന്തായാലും ഒന്ന് അലോ ആർട്സ് കൊടുക്കാം. ഇവിടെ ഓരോ ന്യൂസിൻ്റെ ഓരോ ബിസിനസ് ലൈനിലാണ് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ പരസ്യമാണ്. എന്തായാലും ഞാനതങ്ങ് കളഞ്ഞു. അതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. പീപ്പിൾ ഓൾസോ ബോട്ട്, അതായത് ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങൾ വരുന്നു. ഇൻഫോ എഡ്ജ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈസ് മൈ ട്രിപ്പ് വാങ്ങിയ വലിയ ആൾക്കാരായിരിക്കാം. അവർ ഇൻഫോ എഡ്ജ് വാങ്ങിയിട്ടുണ്ട്. FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ്, അതുപോലെ നമ്മുടെ Paytm ഇതെല്ലാം വാങ്ങി. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 തരം ചാർട്ടാണ് അവൈലബിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒന്ന് ചാർട്ട് IQ ഉണ്ട്, പിന്നെ ട്രേഡിംഗ് വ്യൂ ഉണ്ട്. അപ്പോൾ ഇതിലേത് ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് സെറ്റിങ്സും ഉണ്ട് കേട്ടോ. അത് സെറ്റിങ്സ് എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. വലുതാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ വലുതാക്കിയതാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കാം. പിന്നെ ആ ചാർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെല്ല് ചെയ്യാൻ ജസ്റ്റ് ആ സ്റ്റോക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, സെല്ല് കൊടുത്താൽ മതി. ഇപ്പോൾ ഏഞ്ചൽ 1 എന്ന് പറയുന്ന സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നേരത്തെ പ്രോഫിറ്റ് എടുത്താണ്. അപ്പോൾ ഒരു ഷെയറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ സെൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസിൽ സെല്ലാവും. സെല്ല് കൊടുക്കാവുന്നതാണ്. ഹോൾഡിങ്ങിലുള്ളത് കേട്ടോ, ഹോൾഡിങ്ങിലുള്ളത്. ഇത് ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഷോർട്ട് സെല്ലൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ വേറെ ഒരു 2 ഓപ്ഷൻ കാണാം. നിങ്ങൾ എപ്പോഴും നോർമലി ബൈ ചെയ്യുമ്പോൾ, ഹോൾഡ് ചെയ്യാനായിട്ട് ബൈ ചെയ്യുമ്പോൾ ഈ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ആയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് ഡെലിവറി. ഇപ്പോൾ ഇൻട്രാഡേ ഓപ്ഷൻ സെലക്ട് ചെയ്യരുത്. ഇൻട്രാഡേ ചെയ്യുന്നവരെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ബിഗിനേഴ്സ് ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇൻട്രാഡേ ആണെങ്കിൽ അന്ന് തന്നെ അത് സ്കോർ ഓഫ് ആയിപ്പോവും. അപ്പോൾ ആ കാര്യം, ഇൻട്രാഡേ ഒറ്റ ദിവസത്തെ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇവിടെയല്ല കിടക്കുന്നത്, മറിച്ച് ഡെലിവറിയിലാണ് കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഡെലിവറിയിൽ ബൈ ചെയ്യാൻ നേരത്താണ് നോക്കേണ്ടത്. ഇപ്പോൾ ഈ ബൈ ഇവിടെ സെല്ലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടെങ്കിൽ ഈ മോളിൽ ക്ലിക്ക് ചെയ്താൽ ബൈ ചെയ്യാം. കണ്ടോ, ബൈ സെല്ല് നമുക്കിവിടെ മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഡെലിവറി പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് ബൈ ചെയ്യാം. ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഏകദേശം അടുത്ത് നിൽക്കുന്ന പ്രൈസ് കേട്ടോ. അപ്പോൾ ആ പ്രൈസിലേക്ക് വന്നാൽ അവിടെ ഓർഡർ എക്സിക്യൂട്ട് ആവും, വന്നില്ലെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെല്ല് ചെയ്യൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇനി ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫണ്ട് ലെഡ്ജറിൽ പോകുന്നു. നേരത്തെ നമ്മൾ ഫണ്ട് ലെഡ്ജറിൽ പോയിരുന്നു. ഈ വിൻഡോ ക്ലോസ് ചെയ്തേക്കാം. ഏഞ്ചൽ 1ൻ്റെ ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആഡ് ഫണ്ട്, അതുപോലെ വിഡ്രോ ഫണ്ട്. അപ്പോൾ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഫണ്ട് ബാങ്കിലെത്തും. വിഡ്രോ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആഡ് ഫണ്ട് കൊടുക്കുന്നു. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ആഡ് ഫണ്ടിൽ ഒരുപാട്, ഒന്ന് നമുക്ക് ഫണ്ട് എത്രയാണ് എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓപ്ഷൻസ് ഒരുപാടുണ്ട്. UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, IMPS ഉണ്ട്. ഇനി UPIൻ്റെ ID കൊടുത്തിട്ട് നമ്മുടെ ID തന്നെ കൊടുക്കണം, മറ്റുള്ളവരുടെ കൊടുക്കരുത്. ID കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ഓപ്ഷനും ഉണ്ട്. അതിലേതാണോ ഓപ്ഷൻ വേണ്ട അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ചെയ്യും. ഇപ്പോൾ IMPS ഒക്കെ ആണെങ്കിൽ നമുക്ക് 5 പൈസയുടെ ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാം. ബെനിഫിഷ്യറി നെയിം 5 പൈസ ക്യാപിറ്റൽ ലിമിറ്റഡ്. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ. ഈ അക്കൗണ്ട് നമ്പർ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ അക്കൗണ്ട് നമ്പർ എനിക്ക് മാത്രമുള്ള യൂണീക്ക് നമ്പറാണ്. നിങ്ങളുടെ അക്കൗണ്ടിന് നിങ്ങൾക്ക് മാത്രം യൂണീക്ക് നമ്പർ ഉണ്ടാവും. അത് നമ്മുടെ ക്ലയൻറ്റ് ID ആണ് ലാസ്റ്റ് വരുന്നത്. നമ്മൾ പൈസ അയച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ തന്നെയേ വരുള്ളൂ, വേറെ അക്കൗണ്ടിൽ വരില്ല. അതുകൊണ്ട് ഈ അക്കൗണ്ട് നമ്പർ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കയറി നോക്കുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കിട്ടും. അത് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് 2223326. അത് കഴിഞ്ഞതിന് ശേഷം ക്ലയൻറ്റ് ID ആണ് വരിക. ഈ ക്ലയൻറ്റ് ID ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് കോപ്പി ചെയ്യാൻ ഈ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. IFSC കോഡ് ഇവിടെയുണ്ട്. ഇതിലെ 5ാമത്തെ ഡിജിറ്റ് 0 ആണ്. ഈ ഡിജിറ്റ് 0 ആണ് 5ാമത്തെ, അതായത് ഈ ഡിജിറ്റ്. ഇത് O അല്ല, 0 ആണ്. അത് പ്രത്യേകം അവരവിടെ എഴുതിയിട്ടുണ്ട്. അത് 0 ആണ്. സേവിങ് ആണ് അക്കൗണ്ട് ടൈപ്പ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബാങ്കിൽ ആഡ് ചെയ്ത് IMPS വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ ക്യാഷ് അയക്കാവുന്നതാണ്, വിഷയമില്ല. അതൊക്കെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കി ചെയ്യാവുന്നതാണ്. അല്ലാതെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 5 പൈസയിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴും ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരിക. ഇപ്പോൾ ഏകദേശം ഒരു 5 പൈസയുടെ ട്യൂട്ടോറിയൽ ഇത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനിയിപ്പം F&O 360 എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്.
അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ, ഹീറ്റ് മാപ്പ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ചെയിന് സാധനങ്ങൾ ഇങ്ങോട്ട് കിടക്കുകയാണ് സാധനങ്ങൾ. അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി, പിന്നീട് അത് നോക്കി പഠിച്ചാൽ മതി. അതിൻ്റെ ഒരു ഇവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറേ സാധനങ്ങളുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ പിന്നീട് സാവധാനം നോക്കി പഠിച്ചാൽ മതി. ഞാനിതിൽ പകുതി യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ട്രേഡ് സ്റ്റേഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ്, വളരെ സ്പീഡായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാവുന്നതാണ്, ക്ലിക്ക് ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. ഞാൻ മൊബൈലിലും ഇതിലുമാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രൊഫൈൽ എന്ന് പറയും, പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാനും മാറ്റാനും നോമിനീനെ ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് അവിടെയാണ് സാധിക്കുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ കാണും. മൈ പ്രൊഫൈൽ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, TOTP, റിസ്ക് ഡിസ്ക്ലോസർ ഡോക്യുമെൻ്റ്, അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഒരുപാട് ഡീറ്റെയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതല്ലേ, യൂട്യൂബിലൊക്കെ ഇടുന്നതുകൊണ്ട് മായ്ച്ച് കളഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ നോക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണും. +1 അക്കൗണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ്. ഈ ബാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കുകൾ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. സെഗ്മെൻറ്റ് ഡീറ്റെയിൽസ്, F&O സെഗ്മെൻറ്റ് ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതിൽ സാധിക്കും. ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽ അതിവിടെ കിട്ടും. പവർ ഓഫ് അറ്റോർണി, DDPI ഡീറ്റെയിൽസ്. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ DDPI കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽ ഓതറൈസേഷൻ കൊടുക്കാതെ, TPIN കൊടുക്കാതെ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ കൊടുത്തിട്ടില്ല, എനേബിൾ ചെയ്തിട്ടില്ല, ഇത് നോക്കണം. ഇനിയിപ്പം പുതിയതായിട്ട് വന്ന ഒരു ഓപ്ഷനാണ് നോമിനി ഡീറ്റെയിൽസ്. നോമിനിയെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇനിയും കിടക്കുകയാണ് ഓപ്ഷൻസ്. അപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും മ്യൂച്വൽ ഫണ്ട് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 5 പൈസ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ, അലിസ് ബ്ലൂ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ 5 പൈസ തന്നെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.